ലൈവ് ന്യൂസ് പുതുക്കാട്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. തൃശ്ശൂർ ആരെടുക്കും? മുരളീധരൻ എടുക്കും. അതെന്താ ഇത്ര ഉറപ്പ് പറയാൻ കാരണം? കെ കരുണാകരന്റെ മകനായതുകൊണ്ട്. അത് മാത്രമല്ലോ അതോ കോൺഗ്രസ് കേന്ദ്രത്തിലെ ഭരണത്തിൽ വരും? കേന്ദ്രത്തില് ഈ നോട്ട് നിരോധനം തൊട്ട് ഇവിടെ ആകെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും, ജനങ്ങൾക്ക് തൊഴിലില്ല, എല്ലാം കൊണ്ടും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഈ മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം വന്നിട്ടുള്ളത്. അതിനൊരു പ്രതികാരമായിട്ട് ഇവിടെ 20 സീറ്റും കോൺഗ്രസിന് കിട്ടും. ഇപ്രാവശ്യം ഇന്ത്യ കോൺഗ്രസ് ഭരിക്കും എന്നാണ് പറയുന്നത്. അതെ. ഇപ്രാവശ്യം തൃശ്ശൂർ ആരെടുക്കും? മുരളീധരൻ എടുക്കും. അത് എന്തോ ഇത്രയും ഇതായിട്ട് പറയാൻ കാരണം? കേന്ദ്രത്തിൽ ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. കേന്ദ്രത്തിന്റെ ഈ ഇതിനൊക്കെ ഒരു മറുപടി ഇവിടെ നിന്ന് അത് മുരളീധരൻ എന്നോരോ വ്യക്തികളോടും മാറി ചിന്തിക്കുന്നു ജനങ്ങൾ. അപ്പൊ ഈ പ്രതാപൻ ഇവിടുന്ന് മാറി മുരളീധരൻ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഒരു പ്രശ്നമില്ല, മുരളീധരൻ ജയിക്കൂടെ. പത്മജ BJPക്ക് പോയത് അങ്ങനെ മുരളീധരനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? അവളെ കെട്ടിച്ചു വിട്ടല്ലേ, അവള് പോയി, അവൾ കെട്ടിച്ചു വിട്ടോടി പാർട്ടിനും പോയി. 100% മുരളീധരൻ ജയിക്കുന്നതാണ്. 101%. ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ തൃശ്ശൂർ ആരെടുക്കുന്നതാണ് ചേട്ടൻ തോന്നുന്നത്? ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ സുരേഷ് ഗോപിയാണ് എടുക്കുക ഈ പ്രാവശ്യം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആള് വളരെ നല്ലൊരു മനുഷ്യനാണ്. എല്ലാവർക്കും പാവപ്പെട്ടവരെല്ലാവരെയും സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ്. പിന്നെ ആള് ഇപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് നിൽക്കുന്നത്. എന്തായാലും ആള് ജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസിൽ മുരളീധരനൊക്കെ വന്ന സ്ഥിതിക്ക് കോൺഗ്രസിന് എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാവരും ഞാനാണ് വലുത് എന്നുള്ള അത്രയാണ് എല്ലാവർക്കും അധികാരം കിട്ടണം, അധികാരമോഹം. സുനിൽകുമാറിന് എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? സുനിൽകുമാർ സാറിനും ഏകദേശം ചെറിയൊരു പ്രതീക്ഷയുണ്ട്. സുരേഷ് ഗോപി ജയിക്കുള്ളൂ. ആള് ഒരുപാട് ആനുകൂല്യങ്ങൾ ആൾക്കാർക്ക് കൊടുക്കുന്നതാ. നല്ല നല്ല കാര്യങ്ങൾ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും മുന്നേ ചെയ്തിട്ടുള്ളതും. ആളെ വീട്ടിൽ നിന്ന് കാശെടുത്ത് കൊടുക്കണാണ്ട് പാർട്ടിയിലത്തെ കാശെല്ലാം എടുത്ത് കൊടുക്കണേ. ജനങ്ങൾക്ക് അത്രയും ആനുകൂല്യം ഉണ്ടാവും ആൾ ജയിച്ചു കഴിഞ്ഞാൽ. മന്ത്രി കേന്ദ്രമന്ത്രി ഉറപ്പാണ്. തൃശ്ശൂർക്കാർക്ക് ഏറ്റവും ഗുണമുള്ളൊരു കാര്യമാണ്. എൻ്റെ അഭിപ്രായം തന്നെയാണ്. ബാക്കിയുള്ള പറഞ്ഞത് രാഷ്ട്രീയത്തിൽ ഏത് പറഞ്ഞൊക്കെ കണക്കാ. അന്നേരം എൻ്റെ അഭിപ്രായം സുനിൽകുമാർ ജയിക്കുള്ളൂ, അത് ഉറപ്പാണ്. BJP കോൺഗ്രസ് ജയിക്കില്ല, അത് ഉറപ്പ് തന്നെയാ. നല്ല അഭിപ്രായം റെഡിയാ, അത് കണ്ടീഷനാണ്. സുനിൽകുമാർ ജയിക്കുള്ളൂ. തൃശ്ശൂർ സുനിൽകുമാർ. അതെന്തുകൊണ്ടത്? നമ്മുടെ മനസ്സങ്ങനെ പറയണ എല്ലാ വികസന പ്രവർത്തനം ചെയ്ത മന്ത്രി ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെയാണോ? അങ്ങനല്ല, ആളെ പറ്റി നല്ല അഭിപ്രായമാണ്. വലിയ കുഴപ്പമില്ലാത്ത ആളാണെന്ന് പറയണോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയണം. സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ടോ? സുരേഷ് ഗോപിക്ക് സാധ്യത അത്രയും കൂടെ കാണുന്നില്ല. സുനിൽകുമാർ ജയിക്കുമോ? സുനിൽകുമാറാണ് ഞങ്ങളിലേക്ക് പ്രതീക്ഷ. എൻ്റെ അഭിപ്രായത്തിൽ പ്രതാപൻ എന്നെങ്കിൽ ആള് ജയിച്ചത്. മുരളി വന്നതുകൊണ്ട് ഇപ്പൊ ആര് ജയിക്കുന്നു പറയാൻ പറ്റില്ല. അപ്പൊ നല്ല ടൈറ്റ് ആയിരിക്കും കാര്യങ്ങൾ. പ്രതാപനാണ് ജയിച്ചത് സുഖമായിട്ട്. കാരണം പ്രതാപൻ കുറെ ഗുണങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് വെറുതെ എടുക്കുന്നുള്ളതാണ് ചോദ്യം. തൃശ്ശൂര് 3 കൂട്ടിയാ പോരാ? 3 കൂട്ടിയാൽ മതി. 3 കൂട്ടിയത് മുരളി കൊണ്ടുപോരും. അതിനെന്താ സംശയം? അതെന്തുകൊണ്ടത്? അത് പാരമ്പര്യമായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ TN പ്രതാപൻ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന് സാധ്യത. ഇന്നത്തെ ഭരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൽ ഉപ്പോട്ട് കൽപ്പൂരം വരെ ഒരു ഉണ്ടായ മുതലിന് 1000-500 വെച്ചായി ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ അതിനൊരു മാറ്റം വേണ്ട നമുക്ക്. എന്തുകൊണ്ടാ ഇവരെ നിലവില്ലായ്മ കാരണം, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ രാഷ്ട്രീയ പാർട്ടികൾ ജയിച്ചു പോയി കഴിഞ്ഞാല് പിന്നെ നമ്മള് ജയിക്കുന്നതിന് മുമ്പ് ഒരു വീട്ടിൽ വരുമ്പോൾ ഒരു സന്തോഷവും
ജയിച്ച് കഴിയുമ്പോൾ പിന്നെ ഇവരുടെ ഓഫീസിൽ ചെല്ലുമ്പോഴൊരു സന്താപം കൂടി കണ്ടു കഴിഞ്ഞാലേ എന്തിനാ എൻ്റെ 2 മണിക്കൂർ കളയുന്നത് ഞാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഉള്ളേ ഏയ് എനിക്ക് ആവശ്യമില്ല. നമുക്ക് കാര്യമില്ല എന്നല്ല, അങ്ങനെ ചിന്തിക്കണില്ല. ഞാൻ സ്വയം ഉള്ള ഒരു ജീവിത രീതിയിൽ പോകുന്നതാ. അല്ലാണ്ട് രാഷ്ട്രീയ പാർട്ടിയിൽ ഏത് ശരിയാ ഒരു കാര്യമില്ല എന്നുള്ളത് ഉറപ്പായി കണ്ടിട്ടുള്ളത്. ഇന്നേ വരെ ഇത്ര അനുഭവമുള്ളതാണ്. അത് പഞ്ചായത്ത് തൊട്ട് ഇപ്പോൾ പാർലമെൻറ്റ് വരെ അതുപോലെയായി മാറി. ഏയ് തൃശ്ശൂർ ആരെടുക്കുന്നാണ് അഭിപ്രായം? മുരളീധരൻ തന്നെ. അതെന്തുകൊണ്ടത്? മുരളീധരൻ ഉറച്ച നിലപാടുകളുണ്ട്. ആ ഒരു ഇതിൽ മുരളീധരൻ തന്നെ ജയിക്കുന്നതാണ് പറഞ്ഞത്. മുരളീധരൻ ഒരു തവണ തൃശ്ശൂരിൽ നിന്ന് തോറ്റിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ ആ ഇമേജൊക്കെ മാറി പുതിയൊരു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പം കേന്ദ്രത്തിലെയും ഇവിടുത്തെ പ്രശ്നങ്ങളും ഗവൺമെൻറ്റിൻ്റെ. എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു കോൺഗ്രസ്സാണ്. അപ്പോൾ അതുകൊണ്ട് മുരളി തന്നെ ജയിക്കുന്നതാണ് എൻ്റെ കണക്കൂട്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ആളെ ഒരു സ്ഥലത്ത് നിന്ന് നിർത്തിയതാണ്, അവിടെ നിന്ന് മാറ്റി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പിന്നെ ആളുടെ നാടാണത്. BJP പോയത് വല്ല ക്ഷീണം ചെയ്യും മുരളിക്ക്? അത് ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ ഇത് ഗുണമാണ് ചെയ്യുള്ളൂ. സുരേഷ് ഗോപിക്ക് എന്താ സാധ്യത? സുരേഷ് ഗോപിക്ക് പറഞ്ഞോണം 3ാം സ്ഥാനത്ത് തന്നെ സാധ്യത കാണുന്നു. ഒന്നും പറയാൻ പറ്റില്ല. ആരും ജയിക്കുന്നുള്ളത് വോട്ട് ജയിച്ചിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും എനിക്കറിയില്ല. ആരും ജയിക്കുക എന്താണെന്നൊന്നും എനിക്കറിയില്ല. എനിക്കതൊന്നും അറിയില്ല. ഏത് പാർട്ടിയിൽ ആര് ജയിക്കും, നമ്മുടെ വോട്ട് നമ്മളിത് ചെയ്യും നമ്മുടെ പാർട്ടിക്ക്. പക്ഷെ അത് ആര് ജയിക്കുന്നുള്ളത് ഞാൻ പറയില്ല, എനിക്കറിയില്ല. എൻ്റെ പാർട്ടി ഞാൻ പറയുകയാണെങ്കിൽ വോട്ട് കിട്ടുന്നവർ ജയിക്കും. വോട്ട് ആർക്ക് വോട്ട് ഭൂരിപക്ഷം കിട്ടുന്ന അവർ ജയിക്കും. ആര് ജയിക്കുന്നു നമുക്ക് ഇല്ല. വോട്ട് ഭൂരിപക്ഷം ആർക്ക് കിട്ടുന്ന അവർ ജയിക്കും. അത്രേ ഉള്ളൂ. നമുക്ക് അങ്ങനെ അറിയില്ല. നമ്മൾ ഒരു യൂണിയനിലെ ഒരു പാർട്ടി നമുക്ക് അതിൻ്റെ ഒന്നും അറിയില്ല. നമ്മൾ അങ്ങനെ പ്രവർത്തിക്കാനോ ഒരു കാര്യത്തിൽ നമ്മൾ പോയിട്ട് പോയില്ലേ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും നമുക്ക് വേണ്ടവരല്ലേ. ആര് ജയിക്കാൻ പറയാൻ പറ്റുക? അങ്ങനെ തന്നെയാ, ഒന്നും പറയാനില്ല. നമ്മളിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നിനും പോകണില്ല, ഒന്നും അറിയില്ല. പുറമെ ഇറങ്ങി നടന്നെങ്കിൽ അതിൻ്റെ വിശദങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മളേക്കും പോകണില്ല, അത് കാരണം ഒന്നും അറിയാൻ പറ്റില്ല. സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയുണ്ട്, സിനിമയിലൊക്കെ ഉണ്ടായ ആളല്ലേ. ആള് ജയിക്കണോണ്ട് കുഴപ്പമില്ല, ജയിക്കേണ്ട ആവശ്യമാണ്. ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാവട്ടെ. ആരെ ജയിക്കുന്നില്ല നമുക്ക് പറയാൻ പറ്റില്ല. അതല്ല ഇന്നിപ്പോൾ സത്യത്തിൽ ചെയ്യാൻ പാടുന്നതിൽ സുരേഷ് ഗോപി ഇവിടെ വരും എന്ന് പറഞ്ഞിട്ട് ആരും വന്നല്ലേ. ഇവിടെ ഈ ഭാഗത്ത് വന്നല്ലേ സുരേഷ് ഗോപി. ഞാൻ രാവിലെ പോയ വൈകിട്ട് വരാം. പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റുക. കുമാർ ജയിക്കുമോ ആര് ജയിക്കുന്നത് ദൈവത്തിന് അറിയുള്ളൂ, നമുക്കറിയില്ല. കാരണം എന്താ ചെയ്യാത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ലാറ്റ് വന്നപ്പോൾ ഈ പണ്ട് വൈകുന്നേരം വെള്ളം വരെ കോരിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ കുറവെടുത്തു. അത്രയും ചെയ്തിട്ടുണ്ട് ഈ മന്ത്രി. ആ സുകുമാരല്ല മന്ത്രി. ഇപ്പോഴത്തെ മന്ത്രി ആരാ? നമ്മുടെ കേരളത്തെ കലടച്ചു. ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ലാന്നൊന്നും പറഞ്ഞില്ല. കല ഉടഞ്ഞതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഞങ്ങൾക്ക്. ഇപ്പോൾ അരിയില്ല, റേഷനില്ല, പെൻഷനും ഇല്ല, ഒന്നുമില്ല. കൊടുക്കുന്നു പറയുന്നുണ്ട്, പറയത്തല്ലേ. കുറെ നാളായില്ലേ, 7-8 മാസം കണ്ടായി. ജയിക്കില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവ ആൾക്കാർ ഓരോരുത്തരുടെ കാര്യങ്ങളല്ലേ. ഇപ്പം ഞാൻ കുത്തുണ്ടാവൂല, അവർ കുത്തുക അല്ലേ. അപ്പൊ അങ്ങനെ ജയിക്കുന്ന ആൾക്കാർ ജയിക്കൂ. ആരെടുക്കും തൃശൂർ, ജനം പറയട്ടെ. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണം. അധികാരിവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 809039 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.